ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരോമൽ. എല്ലാവരും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്നറിയാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. സത്യത്തിൽ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. ടോപ്പിക്കിലോട്ട് കയറുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതായത് കഴിഞ്ഞ വർഷം അവസാനമാണ് നമ്മുടെ PWD ബാർ ഇറിഗേഷൻ്റെ എക്സാം കഴിഞ്ഞത്. അന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. 2 ദിവസം മുന്നേ എനിക്കൊരു മെസ്സേജ് വന്നു. അതായത് എൻ്റെ സർട്ടിഫിക്കറ്റ് PSCയുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ആ ഒരു മൊമെൻറ്റിൽ എനിക്കുണ്ടായ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാം കട്ട് ഓഫ് മാർക്കിലും ക്രാക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ഒരു 70+ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആയിരുന്നു അത്. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും പറയുകയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം റെഫർ ചെയ്ത് തറമാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഏതൊരു PSC. ഓക്കെ, ഒരുപാട് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പോർഷനിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമുക്ക് പോർഷനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന് മുന്നേ മെക്കാനിക്സിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. അതായത് മെക്കാനിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിരിക്കും നമ്മൾ മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. നമുക്കിതെല്ലാവർക്കും പരിചയമുള്ളൊരു പോർഷനാണ് ഈ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. പിയും ക്യൂവും രണ്ട് ഫോഴ്സ് തീറ്റ ആംഗിളിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് ആറാണ്. ഈ ആറിനുള്ള ഇക്വേഷനാണ് √(p² + q² + 2pq cos θ. ആ റിസൾട്ടൻ്റ് ആറും ഹൊറിസോണ്ടൽ ഫോഴ്സ് പിയും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. ടാൻ ആൽഫ എന്ന് പറയുന്നത് q sin θ/p + q cos θ. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്, ഈ പിക്കും ക്യൂവിനും രണ്ട് വാല്യൂസ് തന്നിട്ട് റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ ചോദിക്കാം, ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഡീൽസ് വിത്ത് ദ ഫോഴ്സ് ഇൻ ഓപ്ഷൻ എ സോളിഡ്, ഓപ്ഷൻ ബി ലിക്വിഡ്, ഓപ്ഷൻ സി ഗ്യാസസ്, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. അതായത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയുന്നതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 ഫോമിനെ കുറിച്ച് നമ്മൾ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യും. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദ എബവ് ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഓപ്ഷൻ എ ഗ്രാവിറ്റി ഫോഴ്സ്, ഓപ്ഷൻ ബി ഇലാസ്റ്റിക് ഫോഴ്സ്, ഓപ്ഷൻ സി ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ ഫോഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഏജന്റ് ദാറ്റ് കോസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. അതായത് റെസ്റ്റിലിരിക്കുന്നതോ അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ ഒരു വസ്തുവിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നൊരു ഏജന്റാണ് ഈ പറയുന്ന ഫോഴ്സ്. അതല്ലെങ്കിൽ കോസ് ആക്സിലറേറ്റ് ഓർ റിട്ടാർഡ് ദ മോഷൻ, അല്ലെങ്കിൽ ചേഞ്ച് സൈസ് ഓർ ഷേപ്പ്, അതുമല്ലെങ്കിൽ ക്യാൻ ടേൺ ഓർ റൊട്ടേറ്റ്, അതുമല്ലെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ബാലൻസ് ദ ഫോഴ്സസ്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ഗീവ് റൈസ് ടു ഇന്റേണൽ സ്ട്രെസ്സസ്. ഈ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 4 സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് നമുക്കുള്ളത്. FPS സിസ്റ്റം, CGS സിസ്റ്റം, MKS സിസ്റ്റം ആൻഡ് SI സിസ്റ്റം. FPS സിസ്റ്റത്തിൽ പൗണ്ടാലാണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്, CGS സിസ്റ്റത്തിൽ ഡൈൻ, MKS സിസ്റ്റത്തിൽ കിലോഗ്രാം ഫോഴ്സ് അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ്, SI സിസ്റ്റത്തിൽ ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ന്യൂട്ടൺ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് N ഉപയോഗിച്ചിട്ടാണ്. പോരാതെ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം × 1 m/s² ആണ്. അതായത് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. F = ma ആണ് നമുക്കറിയാം. മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമും, A എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് ആണ് ഈ m/s². 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. അത് ഓർത്തിരിക്കുക, പ്രീവിയസ് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10⁵ ഡൈൻ എന്ന് പറയുന്നത് 7.233 പൗണ്ടാലും ആയിരിക്കും. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ടോപ്പിക്കാണ്, അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എ ഫോഴ്സ് ഹൂസ് ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ടേക്കൺ ഈസ് കോൾഡ് കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത്
പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഉള്ള ഫോഴ്സാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓൾ സെൻട്രൽ ഫോഴ്സസ് ആർ കൺസർവേറ്റീവ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതെല്ലാം സെൻട്രൽ ഫോഴ്സ് നമ്മൾ പറയും. ഈ ഫോഴ്സസ് എല്ലാം കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ആണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എ ഫോഴ്സ് ഹൂസ് ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഈസ് ഡിപ്പെൻഡന്റ് ഓഫ് പാത്ത് ടേക്കൺ ഈസ് കോൾഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സും എയർ ഡ്രാഗും ആയിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഫോർ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. നമ്മൾ പഠിച്ചു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലാസ്റ്റിക് ഫോഴ്സും ഒക്കെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ദർ ആർ 3 ഫോഴ്സ് സിസ്റ്റംസ്: കോപ്ലനാർ, നോൺ കോപ്ലനാർ ആൻഡ് കൊളീനിയർ. കോപ്ലനാർ തന്നെ കോപ്ലനാർ കൺകറന്റ് ഉണ്ട്, കോപ്ലനാർ നോൺ കൺകറന്റ് ഉണ്ട്, കോപ്ലനാർ പാരലൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ നോൺ കോപ്ലനാറും ഈ 3 തരത്തിലുണ്ട്, അതായത് കൺകറന്റ്, നോൺ കൺകറന്റ്, പാരലൽ. കോപ്ലനാർ ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്ലനാർ ഫോഴ്സ് സിസ്റ്റം ഹാവ് ആൾ ഫോഴ്സസ് ആക്ടിങ് ഇൻ വൺ പ്ലെയിൻ. ഫോഴ്സസ് എല്ലാം ആക്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കും. ദേ മേ ബി കൺകറന്റ്, പാരലൽ, നോൺ കൺകറന്റ് ഓർ നോൺ പാരലൽ. ഓക്കെ, അടുത്തതാണ് കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇൻ എ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം ആൾ ഫോഴ്സസ് പാസസ് ത്രൂ എ കോമൺ പോയിന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിൽ എല്ലാ ഫോഴ്സും ഒരു കോമൺ പോയിന്റിൽ കൂടി പാസ് ചെയ്യും. അതാണ് ഈ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതാണ് ഈ സെൻട്രോയിഡ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെൻട്രോയിഡും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കുറെ പേർക്കെങ്കിലും സംശയം കാണും. അതായത് രണ്ടും ഒന്ന് തന്നെയാണോ അതോ പലതാണോ എന്ന്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ദ പോയിന്റ് ത്രൂ വിച്ച് റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ വെയിറ്റ് ഓഫ് ബോഡി ആക്ട്സ്. എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സെയിം ടൈം ഇറ്റ് ഈസ് റെഫേർഡ് ആസ് സെന്റർ ഓഫ് മാസ്. എന്നാൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഒരു പ്ലെനാർ ഏരിയയുടെ കേസിലാണ് നമ്മൾ ഈ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഒരു 3D സ്ട്രക്ചർ, അതായത് ഒരു ബോഡി, 3D ബോഡിയുടെ കേസിലാണ് നമ്മൾ ഈ പറയുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ ഏരിയയുടെ കേസിലാണ് നമ്മൾ ഈ സെൻട്രോയിഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെൻട്രോയിഡ് ഈസ് ദ ടൈം യൂസ്ഡ് ഫോർ പ്ലെനാർ ഏരിയാസ്. ഓക്കെ, പൊസിഷൻ ഓഫ് സെൻട്രോയിഡ് നോക്കാം. ഡിഫറൻറ്റ് ഷേപ്പിന് ഡിഫറൻറ്റ് പൊസിഷൻസ് ആയിരിക്കും. ഒരു റെക്റ്റാങ്കുലർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പറയുന്ന സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും അതിൻ്റെ ഡയഗണൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് അതിൻ്റെ സെൻട്രോയിഡ്. ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ നിന്നും h/3 ഡിസ്റ്റൻസിലായിരിക്കും ഈ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. h ഹൈറ്റ് ഉള്ള ട്രയാങ്കിളിന്റെ ബേസിൽ നിന്നും h/3 ഡിസ്റ്റൻസ് ആയിരിക്കും സെൻട്രോയിഡ് ഉള്ളത്, അല്ലെങ്കിൽ 2/3 h ഫ്രം ടോപ്പ്. നെക്സ്റ്റ് വൺ ആണ് സർക്കിൾ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ആ ഡയമീറ്ററിന്റെ ഇന്റർസെക്ഷൻ ആയിരിക്കും ഈ പറയുന്ന സർക്കിളിന്റെ സെൻട്രോയിഡ്. സെമി സർക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. സെമി സർക്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 4r/3π ആയിരിക്കും. 4r/3π ഫ്രം ബേസ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇഫ് എ ഹോൾ ഈസ് മെയ്ഡ് ഇൻ എ സർക്കുലർ പ്ലേറ്റ് ആൻഡ് ദ ഹോൾ ഫിൽഡ് വിത്ത് എ ഡെൻസർ മെറ്റീരിയൽ, then center of gravity of plate. Option A does not change. Option B cannot be determined. Option C move away from denser material. Option D move towards the denser material. നമുക്ക് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. അതായത് ഒരു ബോഡിയുടെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ്. ഏത് ഭാഗത്താണോ വെയിറ്റ് കൂടുതലുള്ളത് ആ ഭാഗത്തോട്ട് ഈ പറയുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യും. സോ നമുക്കിവിടെ പറയാൻ സാധിക്കും, ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട്, ഒരു സർക്കിളിന്റെ അവിടെ ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഡെൻസർ മെറ്റീരിയൽ ഫില്ല് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആ ഡെൻസർ മെറ്റീരിയലിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യും. സോ ആൻസർ എന്ന് പറയുന്നത് മൂവ് ടുവേഴ്സ് ഡെൻസർ മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും, അതായത് മോഷന്റെ ഏത് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓപ്പോസിറ്റ്, ഓപ്ഷൻ ബി സെയിം, ഓപ്ഷൻ സി പെർപെൻഡിക്കുലർ, ഓപ്ഷൻ ഡി ഇൻക്ലിനേഷൻ. ഈ ഫ്രിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസൈർഡ് കണ്ടീഷൻ ഓഫ് എ ലിഫ്റ്റിംഗ് മെഷീൻ. ഓപ്ഷൻ എ സെൽഫ് ലോക്കിംഗ്, ഓപ്ഷൻ ബി ലോവർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ഓപ്ഷൻ സി ഹയർ വെലോസിറ്റി റേഷ്യോ, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ആൻസർ എന്ന് പറയുന്നത് സെൽഫ് ലോക്കിംഗ് ആണ്. അതായത് ഒരു ലിഫ്റ്റിംഗ് മെഷീൻ്റെ ഡിസൈർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെൽഫ് ലോക്കിംഗ് ആയിരിക്കണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും എന്താണെന്ന് നമുക്ക് വരുന്ന വഴിക്ക് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ കപ്പിൾ ഗീവ്സ് എ മോഷൻ ടു ദ ബോഡി വിച്ച് ഈസ്. ഓപ്ഷൻ എ ലാറ്ററൽ മോഷൻ, ഓപ്ഷൻ ബി റൊട്ടേറ്റിംഗ് മോഷൻ, ഓപ്ഷൻ സി ബോത്ത് ദ എബവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അതായത് ഒരു കപ്പിൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഈ പറയുന്ന കപ്പിൾ എന്ന് പറയുന്നത്. രണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റൊട്ടേറ്റിംഗ് മോഷൻ ആയിരിക്കും. അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മോഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് വിച്ച് കോസ് ടേണിംഗ് എഫക്റ്റ് ഓൺ എ ബോഡി ഈസ് നോൺ ആസ്. അതായത് ഒരു ബോഡിയിൽ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഫോഴ്സ്, മൊമെൻറ്റ് ഓഫ് ഫോഴ്സിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടോർക്ക്, ഓപ്ഷൻ ബി കപ്പിൾ, ഓപ്ഷൻ സി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഓപ്ഷൻ ഡി സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടോർക്ക് ആണ്. അതായത് ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആണ് ഈ പറയുന്ന ടോർക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടു ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ്. ഓപ്ഷൻ എ ഈക്വൽ ടു 1, ഓപ്ഷൻ ബി ലെസ് ദാൻ 1, ഓപ്ഷൻ സി ഗ്രേറ്റർ ദാൻ 1, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടു ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും എപ്പോഴും ഡൈനാമിക് ഫ്രിക്ഷനെക്കാട്ടിയും കൂടുതൽ. ഫ്രിക്ഷനിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോഡി ബിഫോർ ഇറ്റ് ജസ്റ്റ് ബിഗിൻ ടു മൂവ്. ഒരു ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം ഫ്രിക്ഷനാണ് ഈ പറയുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ബിയേഴ്സ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ. ആ കോൺസ്റ്റൻറ്റ് റേഷ്യോനെയാണ് നമ്മൾ ഈ പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റേഷ്യോ. അടുത്തതെന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. നമ്മൾ വിചാരിക്കും ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമെന്ന്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും തെറ്റിക്കുന്നതായിരിക്കും. അതായത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ കോണ്ടാക്ട് ആയിരിക്കും ഈ പറയുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ റഫ്നെസ് ഓർ സ്മൂത്ത്നെസ് ഓഫ് സർഫസ്. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് റഫ്നെസ്സിനെയോ അല്ലെങ്കിൽ സ്മൂത്ത്നെസ്സിനെയോ ആണ് ഫ്രിക്ഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എ സ്ക്രൂ ജാക്ക് യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ദ ലോഡ് ഈസ്. ഓപ്ഷൻ എ റിവേഴ്സിബിൾ മെഷീൻ, ഓപ്ഷൻ ബി എ നോൺ റിവേഴ്സിബിൾ മെഷീൻ, ഓപ്ഷൻ സി ആൻ ഐഡിയൽ മെഷീൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് സ്ക്രൂ ജാക്ക് എന്ത് തരം മെഷീൻ ആണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എ നോൺ റിവേഴ്സിബിൾ മെഷീൻ. നോൺ റിവേഴ്സിബിൾ മെഷീൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റിവേഴ്സിബിൾ മെഷീനും നോൺ റിവേഴ്സിബിൾ മെഷീനും എന്താണെന്ന് നോക്കാം. എ മെഷീൻ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് വർക്ക് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എഫേർട്ട്. ഓക്കെ. നോൺ റിവേഴ്സിബിൾ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മെഷീൻ വിച്ച് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് വർക്ക് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എഫേർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോ ഓഫ് മോഷൻ ഇൻവോൾവ് ഇൻ ദ റീകോയിൽ ഓഫ് ഗൺ ഈസ്. ഓപ്ഷൻ എ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ ബി ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ സി ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ന്യൂട്ടൻ്റെ 3 ലോവും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. റീകോയിൽ ഓഫ് ഗണ്ണ് ഏത് ലോയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ് റീകോയിൽ ഓഫ് ഗൺ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ഈസ് ഈക്വൽ ടു. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 0.5, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 1.5. ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഇ വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്, അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്ട് ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ ഇമ്പാക്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ ആസ് വെൽ ആസ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് കൊളൈഡിംഗ് ബോഡീസ്. ഓക്കെ. വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഇറ്റ് വാല്യൂസ് റേഞ്ചസ് ഫ്രം 0 to 1. E is equal to 0 for perfectly inelastic body. ഓക്കെ. അതായത് ഇൻഇലാസ്റ്റിക് ബോഡിയാണ് ക്ലേ സ്ഫിയർ, ലെഡ് സ്ഫിയർ എന്നൊക്കെ പറയുന്നത്. E is equal to 1 for perfectly elastic body.
സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ഈസ്. ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിക്ക് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വാല്യൂ 1ഉം ഇൻഇലാസ്റ്റിക് ബോഡിക്ക് വാല്യൂ 0ഉം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ലിഫ്റ്റിംഗ് മെഷീൻ ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. ഓപ്ഷൻ ബി ലോഡ് ലിഫ്റ്റഡ് ടു ലോഡ് അപ്ലൈഡ്. ഓപ്ഷൻ സി ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ഇതിന്റെ ആൻസർ നോക്കുന്നതിന് മുന്നേ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് MA വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലോഡ് ടു എഫേർട്ട്. ലോഡ് എന്ന് പറയുന്നത് W എന്നും എഫേർട്ട് Pയും ആയിരിക്കും. MA ഈസ് ഈക്വൽ ടു W/P. ഇറ്റ് വിൽ ഗ്രേറ്റർ ദാൻ 1. വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Y കൊണ്ടും ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്ന് പറയുന്നത് X കൊണ്ടുമാണ്. വർക്ക് ഡൺ ഓൺ എ മെഷീൻ എന്ന് പറയുന്നത് ഒരു മെഷീനിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇൻപുട്ട് വർക്ക് ആയിരിക്കും. അതെന്ന് പറയുന്നത് P/Y, അതായത് എഫേർട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട്. വർക്ക് ഡൺ ബൈ ദ മെഷീൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ടും, അതെന്ന് പറയുന്നത് W/X. W എന്ന് പറയുന്നത് ലോഡും X എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡും ആയിരിക്കും. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് W/Xഉം ഇൻപുട്ട് എന്ന് പറയുന്നത് P/Y ആണ്. അപ്പോൾ W/X/P/Y നമുക്ക് കിട്ടും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ. അതായത് W/P എന്ന് പറയുന്നത് എന്തുവാ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, Y/X എന്ന് പറയുന്നതാണ് ഈ വെലോസിറ്റി റേഷ്യോ. അതുകൊണ്ടാണ് നമുക്ക് ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എഫിഷ്യൻസി എന്ന് കിട്ടുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ലിഫ്റ്റിംഗ് മെഷീൻ ഈസ് ദ റേഷ്യോ ഓഫ്. ആൻസർ എന്ന് പറയുന്നത് ലോഡ് ലിഫ്റ്റഡ് ടു എഫേർട്ട് അപ്ലൈഡ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് ഈ സിസ്റ്റം ഓഫ് പുള്ളീസ് എന്ന് പറയുന്നത്. PSCയിൽ മുൻവർഷ ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സിസ്റ്റം ഓഫ് പുള്ളീസ് എന്ന് പറയുമ്പോൾ അസംഷൻ എന്ന് പറയുന്നത് പുള്ളീസ് ആർ ഫ്രിക്ഷൻലെസ് ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ. ഫ്രിക്ഷൻലെസ് ആയിരിക്കണം, കൂടാതെ ഇൻഎക്സ്റ്റെൻസിബിളും ആയിരിക്കും. സോ ഇവിടെ 3 ഓർഡർ ഓഫ് സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് ഓർഡർ സിസ്റ്റവും സെക്കൻഡ് ഓർഡർ സിസ്റ്റവും തേർഡ് ഓർഡർ സിസ്റ്റവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2n ആയിരിക്കും. ഈ ഒരു പോയിന്റ് ആണ് പഠിച്ചിരിക്കേണ്ടത്. അതായത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആയാലും തേർഡ് ഓർഡർ സിസ്റ്റം ആയാലും സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2n തേർഡ് ഓർഡർ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2n-1 ആയിരിക്കും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൂവബിൾ പുള്ളീസ് ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് കൊളിഷൻ ഓഫ് ബോഡീസ് എന്ന് പറയുന്നത്. കൊളൈഡ് ചെയ്യുന്ന ബോഡിയുടെ മാസ് സെന്ററും ലൈൻ ഓഫ് ഇമ്പാക്റ്റിന്റെയും പൊസിഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ കൊളിഷൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ലിക് സെൻട്രൽ ഇമ്പാക്റ്റ് ആണ്. ഇവിടെ കൊളൈഡ് ചെയ്യുന്ന 2 ബോഡിയുടെയും മാസ് സെന്റർ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഇമ്പാക്റ്റിൽ തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൻട്രൽ ഇമ്പാക്റ്റ് എന്ന് പറയാം. പക്ഷേ എങ്കിൽ മോഷൻ ഓഫ് കൊളൈഡിങ് ബോഡി എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഇമ്പാക്റ്റിന്റെ അതിലല്ല കിടക്കുന്നത്, പല വേരിയിങ് ആംഗിളിലാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ഒബ്ലിക് ഇമ്പാക്റ്റ് എന്ന്. ഫൈനലി ഈ ഒരു കൊളിഷനെ നമുക്ക് ഒബ്ലിക് സെൻട്രൽ ഇമ്പാക്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തതാണ് ഡയറക്റ്റ് സെൻട്രൽ ഇമ്പാക്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും മാസ് സെന്റർ ഒരേ ലൈൻ ഓഫ് ഇമ്പാക്റ്റിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. കൂടാതെ ലൈൻ ഓഫ് കൊളിഷൻ അതും സെയിം ലൈൻ ഓഫ് ഇമ്പാക്റ്റിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡയറക്റ്റ് സെൻട്രൽ ഇമ്പാക്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ആണ് ഡയറക്റ്റ് എക്സെൻട്രിക് ഇമ്പാക്റ്റ്. മാസ് സെന്റർ ഡിഫറൻറ്റ് പോയിന്റിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സെൻട്രിക് ഇമ്പാക്റ്റ് എന്ന് പറയാം. പക്ഷേ ലൈൻ ഓഫ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ലൈൻ ഓഫ് കൊളിഷനിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയാം. ഫൈനലി ഒബ്ലിക് എക്സെൻട്രിക് ഇമ്പാക്റ്റ്. ലൈൻ ഓഫ് ഇമ്പാക്റ്റ് ആംഗിളിലാണ്, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒബ്ലിക് ഇമ്പാക്റ്റ് എന്ന് പറയാം. കൂടാതെ സെന്റർ ഓഫ് മാസ് ഡിഫറൻറ്റ് പോയിന്റിലായിരിക്കും, ഡിഫറൻറ്റ് ലൊക്കേഷനിലായിരിക്കും കൊളൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സെൻട്രിക് ഇമ്പാക്റ്റ് എന്ന് പറയാം. സോ കോമൺലി ഒബ്ലിക് എക്സെൻട്രിക് ഇമ്പാക്റ്റ് എന്ന് പറയാം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ മെക്കാനിക്സ് പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് August 18 ആയിരിക്കും. സർവേയിങ് ആയിരിക്കും എടുക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. So friends, thank you.
and see you again.